തൃശൂർ കരുപ്പടന്നയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫസീലയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി കുടുംബം. മകളെ കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ടെന്ന് ഫസീലയുടെ പിതാവ് കാട്ടുപറമ്പിൽ റഷീദ് ആരോപിക്കുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ അമ്മയും പീഡിപ്പിച്ചുവെന്നും പിതാവ് പറയുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, വാട്സ്ആപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഫസീലയുടെ വീട്ടുകാർ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാം സംഭവിച്ചു പോയിരുന്നു. ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം അതെങ്ങനെയാണ്? അന്വേഷണം ഏത് രീതിയിലാണ്? നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഫസീലയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗാർഹിക പീഡനത്തിനുൾപ്പെടെയാണ് ഇത്തരത്തിൽ പരാതിയിൽ കേസെടുത്ത് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഈ ഫസീലയുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഫസീലയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. പ്രധാനമായി അങ്ങനെ പറയാൻ കാരണം മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അത് മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ദിവസം അങ്ങോട്ടേക്ക് ഈ ഫസീലയുടെ വാട്സാപ്പ് മെസ്സേജ് ലഭിച്ച ഉടനെ തന്നെ വീട്ടുകാർ അങ്ങോട്ടേക്ക് ഇവരുടെ ഭർതൃഗൃഹത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഈ ഭർത്താവും ഭർത്തൃമാതാവും ഒന്നും തന്നെ കൃത്യമായി കാര്യങ്ങൾ ഇവരോട് പറഞ്ഞില്ല. ഫസീലയ്ക്ക് ശ്വാസം മുട്ട് വന്ന് അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ വീട്ടുകാർ പറഞ്ഞത്. അതേസമയം തന്നെ ഈ ഭർത്താവും ഭർത്താവിൻ്റെ മാതാവും ഈ മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതല്ല, അതായത് ഇവരുടെ മറ്റു ബന്ധുക്കളാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുന്നു. കൂടാതെ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പലതവണ ഈ ഫസീലയ്ക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ വിവാഹം കഴിഞ്ഞത് മുതൽ തന്നെ ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ വീട്ടുകാർ ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഫസീലയുടെ വീട്ടുകാർ പറയുന്നത്. ശരി, നമുക്ക് ആ കുടുംബത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ അവർ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം അമ്മായിമ്മയും അവനും വളരെ മോശക്കാരാണ്. മോശക്കാരെന്ന് പറഞ്ഞാൽ പീഡനം തന്നെ.